പോർച്ചുഗലാണ് എൻ്റെ കണ്ണിൽ 2026 വേൾഡ് കപ്പിലെ ദ വേസ്റ്റ് ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പേപ്പറിൽ ഇത്രയധികം അടിപൊളിയായിട്ടുള്ള ഒരു സ്കോഡുമായിട്ട് വന്നിട്ട് 5ന്റെ പൈസയുടെ പെർഫോമൻസ് കാഴ്ചവെക്കാതെ പോയൊരു ടീം അവരാണ്. ഈ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ള സ്പെയിൻ തന്നെയാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മളത് മുമ്പ് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരിയായി. ഇനി അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയർ കാറ്റഗറിയിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് 39 വയസ്സുകാരനായിട്ടുള്ള ലയണൽ മെസ്സി തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഇനി വേസ്റ്റ് പ്ലെയർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എടുത്തിടുന്നില്ല, വിഷമം വരേണ്ട ആൾക്കാർക്ക്. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ എൻറ്റയർ 2026 വേൾഡ് കപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ച് പോകാൻ പോകുന്നത്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ അണ്ടർ ഡോഗ്സിനെ കുറിച്ച് സംസാരിക്കും, ഈ പറയുന്ന പോലെ തന്നെ ബെസ്റ്റ് ടീം, ബെസ്റ്റ് ഗോൾ കീപ്പർ, അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. സോ അതിനൊക്കെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ നിങ്ങളോട് ഒരു വലിയ നന്ദി പറയുകയാണ്. കാരണം 2026 വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടൻസ് ചെയ്തു, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. വെറും 2000 സംതിങ് എന്തോ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പം അത് 8K അടുത്തുണ്ട്, വിച്ച് ഈസ് എ വെരി പോസിറ്റീവ് തിങ് ഫോർ അസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ Enterpen. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ നന്ദി പറയുന്നില്ല, കാര്യത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. 2026 വേൾഡ് കപ്പ് ആദ്യം തന്നെ പറയേണ്ടത് ഈ USA, മെക്സിക്കോ, കാനഡ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു നമ്മുടെ എല്ലാ കാര്യം പെട്ടു. മര്യാദയ്ക്ക് കാണുക എന്ന് പറയണ പരിപാടി നടപടിയാവില്ല എന്ന്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ച് ഒരുവിധം എല്ലാ മത്സരങ്ങളും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിലും 3 പോയിന്റ്സ്, ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. ലോങ് ഫോർമാറ്റ് വീഡിയോസ് പറ്റാവുന്ന സമയങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആണ് നമ്മൾ പൊതുവെ കൂടുതലും ചെയ്യാറുള്ളത്, അതൊക്കെ ചെയ്തിട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാദങ്ങളുടെ ഒരു അയ്യര് കളി എന്നൊക്കെ പാലക്കാട് ഭാഷയിൽ പറയും, അതുപോലെയായിരുന്നു ഓരോരോരോ മത്സരങ്ങളുടെ കാര്യമൊന്നും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി വാർ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. എല്ലാ തവണയും നമ്മൾ പറയാറുള്ള ഒരു സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ടെക്നോളജി എന്തിനാണ്? പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ്. എന്നാൽ ആ ഒരു ടെക്നോളജി കാരണം മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളു. അത്രയും പ്രശ്നങ്ങളായിരുന്നു, ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, അത്രയും പ്രശ്നങ്ങളായിരുന്നു. ആൻഡ് റെഫറിമാരുടെ ചില സമയത്തുള്ള ഡിസിഷൻ, അതിലിപ്പോൾ പലരും അർജന്റീനയുടെ കാര്യം മാത്രം എടുത്ത് നോക്കുമെങ്കിൽ പോലും പല ടീമുകൾക്കും ചില സമയത്ത് ഒരു വൺ സൈഡഡ് ഒരു കോളുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു എൻറ്റയർ വേൾഡ് കപ്പ് ടൂർണമെൻ്റ് ആണ് തീർന്നു പോയതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് പിന്നെ നമ്മൾ നേരെ പ്ലേയേഴ്സിൻ്റെ കാര്യവും ടീമിൻ്റെ കാര്യത്തിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടീം അത് സ്പെയിൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2026 വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കാനായിട്ട് വരുന്ന ഈ പറയുന്നത് പോലെ തന്നെ സ്പെയിൻ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ക്വാഡുമായിട്ടാണ് അവർ വരുന്നത്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ സ്പെയിൻ്റെ സൈഡിലുണ്ടായിരുന്നു. കാരണം ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, ആരെയൊക്കെ കളിപ്പിക്കും എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന പോലെ ബാഴ്സയുടെ 8 താരങ്ങളുമായിട്ടാണ് വരുന്നത്. ലാ ലീഗയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ഉണ്ട്, പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ഉണ്ട്, ആൻഡ് എപ്പോഴും സ്പെയിൻ എടുക്കുന്ന ഉനൈ സിമോൺ ഉണ്ട്. ഇതിൽ ആരായിരിക്കും ഗോൾ കീപ്പർ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് എല്ലാം കൊണ്ടും അവർ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർക്കൊരു ഈഗോ ഫൈറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ടീമിൻ്റെ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ പറയുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ആൻഡ് അത് ഒരു മാച്ചിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു താരം ബാക്കിലേക്ക് മാറുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്പെയിൻ ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതെല്ലാം എല്ലാ രീതിയിലും ചിന്തിക്കുമ്പോൾ സ്പെയിൻ തന്നെയാണ് ഏറ്റവും മികച്ച ടീമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഏറ്റവും വേസ്റ്റ് ടീമിലേക്ക് പോകാം, അത് പോർച്ചുഗൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിച്ചു നിർത്തിയാൽ പോലും പോർച്ചുഗൽ ടീം പേപ്പറിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേൾഡ് കപ്പ് അടിക്കാൻ മാത്രം, ഫൈനൽ കളിക്കാൻ മാത്രം യോഗ്യതയുള്ളവർ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു സ്ക്വാഡുമായിട്ടാണ് ആര് വരുന്നത്? പോർച്ചുഗൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കേണ്ട ഒരു ടീമാണ്, സെമി വരെയെങ്കിലും എത്തേണ്ടിയിരുന്ന ഒരു ടീമാണ്. അവർ പ്രീ ക്വാർട്ടറിൽ പുറത്തായിരിക്കുകയാണ്. വാദത്തിനൊക്കെ നമുക്ക് പറയാം, ഈ പറയുന്ന പോലെ തന്നെ സ്പെയിൻ്റെ കൂടെ കളിച്ചാണ് തോറ്റതെന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമേ അല്ല.
കാരണം 2022 അവർക്ക് ഇതുപോലെ തന്നെ നല്ല സ്കോഡ് ഉണ്ടായിരുന്നു, അവർ തോറ്റു പുറത്തായി. 2026 വരുമ്പോൾ അവർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്കോഡുമായിട്ട് വന്നു, വീണ്ടും കളിച്ച് പുറത്തായി. എന്നിട്ട് ഇതിനെല്ലാത്തിനും നമ്മൾ മറ്റു കാര്യങ്ങളെ മാത്രം ബ്ലെയിം ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, അവിടെ കുറേ കളിക്കാൻ താരങ്ങളും ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് എല്ലാ ടീമുകൾക്കും ഉള്ളത്. അവർ ഫൈനലിൽ എത്തിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതിനകത്ത് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്നിടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ 41 വയസ്സിൽ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിപ്പം മെസ്സി 39 വയസ്സിൽ ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള പരിധി ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് പോലെ, ജോനോവസ് പോലെ, ജോ ഫെലിക്സ് പോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങൾക്ക് എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വേസ്റ്റ് കാറ്റഗറിയിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ആരെ എടുത്തിരുന്നത്, പോർച്ചുഗലിനെ എടുത്തിട്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അണ്ടർ ഡോഗ്സ്, അത് നോർവേ തന്നെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. നോർവേ വരുന്നതിൽ ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ, കാരണം ഞാനൊരു എർലിംഗ് ഹാലൻഡ് ഫാൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർവേ വരുന്നതിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബ്രസീലിനെ പുറത്താക്കിയാൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. എന്നാലും പോട്ടെ, അവരുടെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 2026 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർലിംഗ് ഹാലൻഡിനാണെങ്കിൽ പോലും എംബാപ്പയുടെ കൂടെ മെസ്സിയുടെ കൂടെയൊക്കെ ആ ഒരു ഗോൾഡൻ ബൂട്ട് റണ്ണിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതിന് മാത്രം പെർഫോമൻസ് നോർവേ പോലത്തെ എത്രയോ കാലങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ വരുന്ന ഒരു ടീമിനെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അതൊക്കെ നമ്മൾ എടുത്ത് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരങ്ങനെ വലിയ സ്റ്റാർ വാല്യൂസ് ഉള്ള അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുമായിട്ടൊന്നുമല്ല നോർവേ വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിലെ അണ്ടർ ഡോഗ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിടാൻ പറ്റുന്ന ഒരു ടീം അത് ഈ പറയുന്ന പോലെ തന്നെ നോർവേ ആണെന്നാണ്. ഇനി യങ് പ്ലെയർ, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു പൗ കുബാർസി ഫാനാണ്. ആ ചെറുക്കൻ തന്നെയാണ് അതിന് യോഗ്യൻ. മിഡ്ഫീൽഡിൽ നിന്നൊക്കെ കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ മൊറോക്കോയുടെ പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, ആയൂബ് എന്നല്ലേ പേര്. പക്ഷേ എനിക്കെന്തോ പിന്നീടുള്ള പെർഫോമൻസിലൊന്നും പുള്ളി അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടും കുബാർസി തന്നെയാണ് യങ് പ്ലെയേഴ്സിൽ വെരി പ്രോമിസിങ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയാനായിട്ട് തോന്നുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് 8 മത്സരങ്ങളിൽ 7 ക്ലീൻ ഷീറ്റാണ് പൗ കുബാർസിക്ക്. എൻ്റെ മോനെ, ആസ് എ ഡിഫൻഡർ. അപ്പോൾ നമുക്ക് പറയാം, ലപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് കുക്കുറേല ഉണ്ടായിരുന്നു, അപ്പുറത്ത് പെഡ്രോ പോറോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊത്തം ടീമായിട്ടല്ലേ. പക്ഷെ എന്നാലും അതിൽ ദ മോസ്റ്റ് യങ്ങസ്റ്റ് ഡിഫൻഡറാണ് അവൻ. ഫൈനൽ കളിച്ച് സ്പെയിനിനെ ജയിപ്പിച്ചു എന്നുള്ളതാണ്. അർജന്റീനയുടെ അവസാന നിമിഷത്തെ ഒരു ക്രോസ് അടിച്ച് ഗോൾ കീപ്പറിനെയും പോസ്റ്റിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് കളഞ്ഞത് കുബാർസിയാണെന്നുള്ളതാണ്. അത്രയും ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ, ഈ ടൂർണമെൻറ്റിൽ ഉടനീളം പുള്ളി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. സോ ഒരു യങ് പ്ലെയർ കാറ്റഗറിയിൽ കുബാർസിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മെസ്സി ആരാധകനായതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്നാലും 39 വയസ്സിൽ 8 ഗോൾ 4 അസിസ്റ്റ്, ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റഡ് ആൻഡ് അതുപോലെ തന്നെ ഡ്രിബിള്, മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ മെസ്സി അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ഗോൾഡൻ ബോൾ കിട്ടാത്തതിലൊന്നും എനിക്ക് വലിയ മോശമൊന്നും തോന്നുന്നില്ല. കാര്യം അത് റോഡ്രി ഡിസേർവ് ചെയ്തിരുന്നു. ഫൈനലിൽ മെസ്സി ഒരു നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിരുന്നെങ്കിൽ, ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ച വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മെസ്സിക്ക് കിട്ടിയേനെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വാട്ട് ടു ഡു, അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ഫോർ റോഡ്രി ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് ഫോർ മെസ്സി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് പ്ലെയർ മെസ്സി തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. ഇനി ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് എനിക്ക് പറയേണ്ടത് നമ്മുടെ മൊറോക്കോയുടെ ബോണോ ആണ്. പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അത് ഞാൻ ഈ ക്ലീൻ ഷീറ്റ് കാറ്റഗറി വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എപ്പോഴും ടീമിനും കൂടെ ഇമ്പാക്റ്റഡ് ആക്കുന്നത്. ഇപ്പോൾ ഈ ഉനൈ സിമോണിനെ ഗോൾ കീപ്പർ കൊടുത്തുന്നുണ്ടെങ്കിലും പുള്ളി ഫേസ് ചെയ്തുള്ള ഷോട്ടുകളെല്ലാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറവാണ്. സ്പെയിൻ മൊത്തത്തിൽ അത്രമാത്രം ഒന്നും കോമ്പറ്റീറ്റീവായിട്ട് ആരുടെ അടുത്തുനിന്ന്, എന്തിന് ഫ്രാൻസിൻ്റെ അടുത്തുനിന്ന് പോലും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ അർജന്റീന അടിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല. ആൻഡ് വേറെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെ തോപ്പിച്ച് കയറിയ അർജന്റീനയുടെ ആ ഒരു മത്സരം, അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഒരു ഇംഗ്ലണ്ട് പോലത്തെ ഇത്രയും അടിപൊളി ടീം, നമുക്ക് പലരും പറയുന്നുണ്ട് ടാക്റ്റിക്കലി ഇംഗ്ലണ്ട് കുറച്ച് മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ടാണ്, അല്ലാതെ അർജന്റീന കളിച്ചുകൊണ്ടല്ല. അത് സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. പക്ഷെ എന്നാലും ബെസ്റ്റ് മൊമെന്റ് ഓഫ് ദി വേൾഡ് കപ്പ് 2026 എന്ന് പറയുന്നത് അർജന്റീന ഇംഗ്ലണ്ട് മത്സരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബെസ്റ്റ് ഫാൻസ് നോർവേയുടെ ഫാൻസ് ആണ് കേട്ടോ. എൻ്റെ അമ്മോ, അതൊരു 1.5 ഫാൻസ് തന്നെ. അവരുടെ ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ, വൈക്കിംഗ് സെലിബ്രേഷൻ, അതാണെങ്കിലും എല്ലാം കൊണ്ടും
ഒരു രക്ഷയില്ലാത്ത ഫാൻസ് തന്നെയായിരുന്നു. എന്നെ ഞെട്ടിച്ച പ്ലെയർ വിനീഷ്യസ് ജൂനിയർ ആണ്. കാര്യം ഞാനിത് സീസൺ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് വേൾഡ് കപ്പ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തു ബ്രസീലിന് വേണ്ടി ഏറ്റവും നല്ല പെർഫോമൻസ് നെയ്മറും വിനീഷ്യസ് ജൂനിയറും ആയിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളത്. പക്ഷെ അത് ഞാൻ പറഞ്ഞെങ്കിലും അത് അത്രയും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിനി വാസ് ലൈക്ക് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു പ്ലെയറാണ്. ജൂഡ് ബെല്ലിംഗം ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ ഞെട്ടിച്ച മറ്റൊരു ടീം തുർക്കിയായിരുന്നു കേട്ടോ. അവർ വന്ന് കുറച്ചൊക്കെ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ അവർ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് അവരെ ഞാൻ ഗ്രൂപ്പ് കടക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ വേസ്റ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാത്തത്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര സൈഡായിരുന്നു അല്ലേ. പിന്നെ ഒരു 2026 വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്നത്, ഇനി വരാൻ പോകുന്ന 2030 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി മറ്റേ ന്യൂ എറ തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. ബിക്കോസ് മെസ്സി ഇല്ല, റൊണാൾഡോ ഇല്ല, നെയ്മർ ഉണ്ടാവില്ല, ലൂക്ക മോഡ്രിച്ച് ഇല്ല, ജെയിംസ് റോഡ്രിഗസ് ഇല്ല. അങ്ങനെ ഒരു വലിയ താരനിര തന്നെ പോയിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. ഇനി പുതിയ ചെറുക്കന്മാരുടെ കാലമായിരിക്കും. സോ അത് വല്ലാത്തൊരു വേൾഡ് കപ്പ് ആയിരിക്കും ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ. സോ അതെനിക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല. എനിവേസ്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് 2026 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഓടി വരുന്നത്. നിങ്ങൾക്കും താഴെ കമൻറ്റിൽ എന്തായാലും പറയാം, നിങ്ങളുടെ ബെസ്റ്റ് ടീം ഏതായിരുന്നു, വേഴ്സ്റ്റ് ടീം ഏതായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് 2026 വേൾഡ് കപ്പ് എന്നുള്ളതെല്ലാം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ചിൽ പിച്ചിൽ